അപ്പോൾ ഗൈസ് നിങ്ങളത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് മലയാളി പ്രേക്ഷകർ മാത്രമാണ്. രാമലീല എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ലെങ്കിൽ ഇന്ന് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ ഈ പ്രശ്നത്തിൽ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ ദിലീപ് ഏട്ടൻ തന്നെ പറയുന്നത് കേട്ടില്ലേ, 2017 ദിലീപ് ഏട്ടനെതിരെ കേസ് വരുന്നു. അന്ന് ഞാനുൾപ്പെടെയുള്ള ദിലീപ് ഫാൻസ് എല്ലാവരും വിചാരിച്ചത് ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ കരിയർ അവിടെ വെച്ച് തീർന്നു എന്നാണ്. ബട്ട് രാമലീല എന്ന് പറയുന്ന ഒറ്റൊരു പടം സൂപ്പർ ഹിറ്റ് അടിച്ചതോടെ ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ റേഞ്ചേ മാറി. ഒരു പടവും ഫ്ലോപ്പായിരുന്നുവെങ്കിൽ ദിലീപ് ഏട്ടൻ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ആ നടനെ കാണാനേ കഴിയില്ല. പ്രതിസന്ധികളെല്ലാം മറികടന്ന് തുടരെയുള്ള ഫ്ലോപ്പുകൾക്ക് ശേഷം ഇന്നും ആ നടൻ ഇൻഡസ്ട്രി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ ദിലീപ് എന്ന് പറയുന്ന നടൻ ഉണ്ടാക്കിയെടുത്ത ആ നടൻ്റെ ബ്രാൻഡ് തന്നെയാണ്. അതിനി വരാൻ പോകുന്ന സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോ. ബൈ.